ഇനി എന്താണ് പോലീസിന് ഇക്കാര്യത്തിൽ പറയാനുള്ളതെന്നാണ് നമുക്ക് അറിയേണ്ടത്. നമുക്ക് CA ശ്രമിക്കാം, DYSPയും ഈ വിഷയത്തിൽ ശ്രമിക്കണം, SPയെയും നമുക്ക് ഈ വിഷയത്തിൽ ശ്രമിക്കണം. ഒരു അതിജീവിത അവർ ഈ ഘട്ടത്തിൽ ഒരു ഡിഫാക്റ്റോ കംപ്ലൈൻ്റായി മാത്രം നിൽക്കുന്നു. നാളെ ഇതാർക്കും സംഭവിക്കാം എന്നുള്ളതാണ് ഈ കേസിൻ്റെ പ്രത്യേകത. ഇനി ഈ പരാതി കൊടുത്തിരിക്കുന്ന യുവതി ഒരു വ്യാജ പരാതിയാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ പോലും ഇങ്ങനെയല്ല അന്വേഷണം നടത്തേണ്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി യഥാർത്ഥ പരാതിയാണെങ്കിൽ ഒട്ടുമേ പാടില്ല. അതല്ലെങ്കിൽ പോലും ഒരു യുവതിയുടെ വീട്ടിൽ വൈകുന്നേരം 6 മണിക്കു ശേഷം ഈ രീതിയിൽ പോലീസ് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ വന്ന് യൂണിഫോം ധരിച്ചു വന്ന് മൊഴിയെടുക്കുന്നത് ശരിയല്ല എന്നാണ് ക്രിമിനൽ അഭിഭാഷകരുടെ കൂടി അഭിപ്രായം. നിയമവിദഗ്ധരുടെയും അഭിപ്രായം അതുതന്നെയാണ്. TV പ്രസാദ്, നമ്മളിപ്പോൾ കേട്ടു, ഇത് ക്രിമിനൽ അഭിഭാഷകരുടെ എല്ലാ അഭിപ്രായങ്ങളും എനിക്ക് തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നവരും ഈ പോലീസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇല്ലീഗലാണ്, ഇത് കോടതി അലക്ഷ്യമാണ്, ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ്, ഇത് നീതിന്യായ വ്യവസ്ഥയ്ക്കെതിരാണ് എന്ന നിലപാടാണ് എല്ലാ അഭിഭാഷകരും ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. കാരണം ഇവർ ഏതെങ്കിലും രീതിയിൽ ഒരു കാപ്പ ചുമത്തപ്പെട്ട ഗുണ്ടയല്ല, ഏതെങ്കിലും തരത്തിൽ ഒരു ക്രിമിനൽ ഒഫൻസിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന കേസിലെ പ്രതിയല്ല, ഏതെങ്കിലും ഒരു മർഡർ കേസിലെ പ്രതിയല്ല, തട്ടിക്കൊണ്ടുപോകൽ കേസിലെ പ്രതിയല്ല, ഏതെങ്കിലും ഒരു ട്രാപ്പ് കേസിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന കേസിലെ പ്രതിയല്ല. ഇപ്പോഴും ഇവർ നിയമത്തിന് മുന്നിൽ ഒരു ഡിഫാക്റ്റോ കംപ്ലൈന്റ് മാത്രമാണ്. TV പ്രസാദ്, അങ്ങനെയല്ലേ? ഉറപ്പായും അരുൺ, കാരണം ഇത് നിയമവിരുദ്ധമായ നീക്കമാണ്, ഇത് പോലീസിൻ്റെ അതിക്രമമാണ്, അതിജീവിതയോടുള്ള അവഹേളനമാണ് എന്ന വ്യക്തമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മളിത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് പോലീസിന് ചെയ്യാൻ കഴിയില്ല, ഇത് നിയമത്തിന് വിരുദ്ധമാണ്. വരുന്ന ദിവസങ്ങളിൽ ഇതുൾപ്പെടെ കോടതിയുടെ മുന്നിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് അഭിഭാഷകൻ അഭിപ്രായപ്പെടുന്നത്. അരുൺ, നമ്മൾ വാർത്ത കൊടുത്തതിന് പിന്നാലെ, വാർത്ത കൊടുത്തൊരു 3 മിനിറ്റ് പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ മുന്നിലുള്ള പോലീസ് ജീപ്പ് നീക്കിയിട്ടുണ്ട്. അഭിഭാഷകൻ പറഞ്ഞ സമയത്ത് ഇന്നോവ കുറച്ച് സൈഡിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ട്. യൂണിഫോം ഇട്ട പോലീസുകാരികൾ ആ ജീപ്പിൽ കയറി പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും വീട്ടിനകത്ത് ഈ 6 മണിക്ക് ശേഷം, അതായത് 8 മണി സമയത്ത് പോലും അതിജീവിതയുടെ മൊഴിയെടുക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഗൗരവമായ ഒരു കാര്യം. അരുൺ, ഇതിൽ ഞാൻ സംശയിക്കുന്നത് ഇത് ഈ പരാതി അട്ടിമറിക്കുന്നതിന് വേണ്ടിയാണ്. കാരണം ഈ അതിജീവിത പരാതി കൊടുത്തപ്പോഴൊന്നും ഇവർ FIR എടുത്തിരുന്നില്ല. നേരത്തെ 2022 ഈ സംഭവം നടന്നപ്പോൾ തന്നെ CI വിനോദ് ലൈംഗികമായി ചൂഷണം ചെയ്തെന്ന പരാതി DYSP VV ബെന്നിക്ക് കൊടുത്ത സമയത്ത് VV ബെന്നിയും അന്വേഷണം നടത്തി. VV ബെന്നിയും അതിൽ FIR ഇടാതെയാണ് അന്വേഷണം നടത്തിയത്. അന്നതിന് ദൃക്സാക്ഷിയായ അതിജീവിതയുടെ സുഹൃത്തിൻ്റെ മൊഴിയെടുത്തു, കുഞ്ഞുങ്ങളോട് കാര്യം തിരക്കി. ശരിയാണ്, CI വിനോദ് ആ വീട്ടിലേക്ക് വന്നിരുന്നു, അതിജീവിതയുടെ കൈ പിടിച്ച് വലിച്ചകത്തേക്ക് കൊണ്ടുപോകുന്നത് കണ്ടു എന്ന് ഇവരെല്ലാവരും സാക്ഷിയും പറഞ്ഞു. പക്ഷേ എന്നിട്ടും അത് കേസായില്ല, അത് നടപടിയിലേക്ക് പോയില്ല, അതെങ്ങനെയോ കോംപ്രമൈസായി പോയി. പിന്നീട് വന്ന VV ബെന്നി കടന്നു പിടിക്കാൻ ശ്രമിച്ചതും ഉൾപ്പെടെ ഇപ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ, ഔദ്യോഗിക വാഹനം ഈ റിപ്പോർട്ട് വന്നതിന് തൊട്ടു പിന്നാലെ പോലീസ് വാഹനങ്ങൾ മാറ്റിയിരിക്കുന്നു. യൂണിഫോം ധരിച്ച ഉദ്യോഗസ്ഥനും അവിടെ നിന്ന് മാറിയിരിക്കുന്നു. കൃത്യവിലോപം കാണിച്ച് നിയമവിരുദ്ധമായി, നമ്മളുടെ ഒറിജിനൽ ഫുട്ടേജിൽ ആ വിഷ്വൽസ് എല്ലാം ഉണ്ട്. കോടതി അലക്ഷ്യം, നിയമവിരുദ്ധം, ചട്ടവിരുദ്ധമായി ഈ അതിജീവിതയുടെ വീടിന് മുന്നിൽ യൂണിഫോം ധരിച്ച പോലീസുകാരും ഔദ്യോഗിക വാഹനവും എത്തിയിരുന്നു. ആ വാഹനത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണിച്ചത്. ആ സ്ഥലം റിവീൽ ചെയ്യുമെന്നുള്ളത് കൊണ്ടും അതിജീവിതയുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ പാടില്ല എന്ന കോടതി വിധി ഉള്ളത് കൊണ്ടുമാണ് ആ ദൃശ്യങ്ങൾ ബ്ലർ ചെയ്യാതെ നമുക്ക് കാണിക്കാൻ കഴിയുന്നത്. ആ ദൃശ്യങ്ങൾ നാളെ കോടതിയിൽ സമർപ്പിക്കുന്നൊരു തെളിവായി കൂടി മാറുകയല്ലേ TV പ്രസാദ്? പോലീസ് ഇപ്പോൾ വാഹനം മാറ്റിയാലും നിലവിൽ നമ്മുടെ ക്യാമറയിൽ ആ പോലീസിന്റെ വാഹനവും ഔദ്യോഗിക യൂണിഫോം ധരിച്ച പോലീസുകാരും പതിഞ്ഞിട്ടുണ്ടല്ലേ TV പ്രസാദ്? ഗുരുതരമായ കുറ്റകൃത്യം ഇതിനകം പോലീസ് ചെയ്തു കഴിഞ്ഞു അരുൺ. അതായത് ഏതാണ്ട് 1.5 മണിക്കൂറിലേറെ വൈകിട്ട് 6 മണിക്ക് ശേഷം തുടങ്ങിയ ഈ കലാപരിപാടി നമ്മൾ 7:30 വാർത്ത കൊടുത്തതിന് ശേഷമാണ് അവരവിടുന്ന് പോലീസ് വാഹനങ്ങൾ മാറ്റിയത്, പോലീസ് ഉദ്യോഗസ്ഥരെ നീക്കിയത്, ഇന്നോവ മാറ്റിയിട്ടത്. അവിടെ അതിജീവിതയുടെ അഭിഭാഷകൻ ഫിർദൌസ് പോയി പറയുമ്പോൾ ഫിർദൌസിനോട് പുച്ഛമായിരുന്നു പോലീസുകാർക്ക്. നമ്മൾ നമ്മുടെ നടപടി സ്വീകരിച്ചു കൊള്ളാം എന്ന നിലയിലായിരുന്നു സംസാരിച്ചത്. പക്ഷേ ആ സമയത്തും എന്തോ പന്തികേട് മണത്ത് ഇന്നോവ മാത്രമാണ് മാറ്റിയിട്ടത്. നമ്മൾ വാർത്ത കൊടുത്തൊരു 5 മിനിറ്റ് പൂർത്തിയാവുന്നതിന് മുമ്പേ ഔദ്യോഗിക വാഹനം അവിടുന്ന് പോയി, യൂണിഫോം ഇട്ട പോലീസുകാർ പോയി. പക്ഷേ ഇപ്പോഴും വീട്ടിനകത്ത് മൊഴിയെടുക്കൽ പുരോഗമിക്കുകയാണ് അരുൺ. ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, മുമ്പ് 2022 ഈ ലൈംഗിക അതിക്രമത്തിനെതിരെ ഈ സ്ത്രീ കൊടുത്ത പരാതിയും FIR എടുക്കാതെ ഇവർ അന്വേഷിച്ചു എന്നുള്ളതാണ് ഏറ്റവും അവസാനം. റെഡിയാണെങ്കിൽ